പ്രൊവൈഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൊബൈൽ ഏതുമായിക്കൊള്ളട്ടെ, ഒരു ഹൈ എൻഡ് ഡിവൈസോ ലോ എൻഡ് ഡിവൈസോ ഏതായിക്കോട്ടെ, നമ്മൾ ഡെയിലി ശ്രമിക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ അടിപൊളിയാക്കുക, കാണാൻ മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കണം എന്നാണ് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത്. ഈയിടെ ഷവോമി പുറത്തിറക്കിയ അവരുടെ ന്യൂ യൂസർ ഇൻ്റർഫേസായ MIUI 12 അവർ സൂപ്പർ വാൾപേപ്പർ എന്നൊരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഹോം സ്ക്രീൻ തൊട്ട് ലോക്ക് സ്ക്രീൻ വരെ നീളുന്ന ഒരു വാൾപേപ്പർ. ചുമ്മാ ഒരു വാൾപേപ്പർ എന്ന് പറഞ്ഞാൽ പോരാ, ഒരു അടിപൊളി ലൈവ് വാൾപേപ്പർ. നിങ്ങൾക്ക് വേണമെങ്കിലും ഈ ഒരു ലൈവ് വാൾപേപ്പർ നിങ്ങളുടെ മൊബൈലിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ കാണുന്ന പോലെ നമുക്ക് 3D വാൾപേപ്പർ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. എങ്ങനെ നമുക്ക് ഈ രണ്ട് അടിപൊളി വാൾപേപ്പർ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി നിങ്ങൾ ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി ഗൂഗിൾ വാൾപേപ്പേഴ്സ് എന്നൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ഈ ഒരു സൈറ്റിലേക്ക് കയറുക. അതിന് താഴെയായി നിങ്ങൾക്ക് ഒരുപാട് വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു സിംഗിൾ ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അത് അറൗണ്ട് ഒരു 1.4 GB വരുന്നുണ്ട്. അല്ല, ഏതെങ്കിലും സിംഗിൾ ലൈവ് വാൾപേപ്പർ ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെങ്കിൽ അതും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ലൈവ് വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യുകയാണ്. ലൈവ് വാൾപേപ്പർ ഡൗൺലോഡ് ആയതിനു ശേഷം അതിലൊന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാൾ എന്ന് ചോദിക്കും. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആ ഗൂഗിൾ വാൾപേപ്പേഴ്സ് എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിന് താഴെയായി നിങ്ങൾക്ക് ലൈവ് വാൾപേപ്പർ എന്നൊരു സെക്ഷൻ കാണാം. ഇതുപോലെ ആ ലൈവ് വാൾപേപ്പർ സെക്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ലൈവ് വാൾപേപ്പറും ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈവ് വാൾപേപ്പർ, ആ ലൈവ് വാൾപേപ്പർ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രിവ്യൂ ചെയ്യാം. അതിന് മുകളിലായി സെറ്റ് വാൾപേപ്പർ എന്ന് കാണാം. നിങ്ങൾ ആ സെറ്റ് വാൾപേപ്പറിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ലഭിക്കും. ഹോം സ്ക്രീൻ എന്നും ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ എന്നും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്യാം. ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീനിലോ നിങ്ങൾക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്യാം. നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണിപ്പോൾ നിങ്ങളുടെ ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്നത്. നമുക്കിനി ഹോം സ്ക്രീൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതായിരിക്കും നിങ്ങളുടെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. നമുക്കൊന്നുകൂടി വാൾപേപ്പർ ചേഞ്ച് ചെയ്ത് നോക്കാം. ഇപ്രാവശ്യം ഞാനൊരു എർത്തിന്റെ വാൾപേപ്പറാണ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ വാൾപേപ്പർ ഹോം സ്ക്രീനിലും ലോക്ക് സ്ക്രീനിലുമായി സെറ്റ് ചെയ്യുന്നു. വളരെയധികം നിങ്ങളുടെ ഫോണിനെ തന്നെ ഭംഗിയാക്കുന്ന ഒരു നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഈ സോഫ്റ്റ്വെയർ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ സോഫ്റ്റ്വെയറിലേക്ക് പോകാം. അതായത് 3D വാൾപേപ്പർ സോഫ്റ്റ്വെയർ ആണ് അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. എന്നാൽ നമുക്ക് നേരെ 3D സോഫ്റ്റ്വെയർ വാൾപേപ്പറിലേക്ക് പോകാം. ഈ വാൾപേപ്പർ ആപ്പ് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് വാൾപേപ്പർ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാൾപേപ്പർ ഏതാണോ, അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത്, ആ വാൾപേപ്പർ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഓപ്പൺ ആയി വരും. ഞാൻ ഈ ഒരു സ്പൈഡർമാൻ വാൾപേപ്പർ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കിവിടെ കാണാം. നമുക്ക് പ്രിവ്യൂ ചെയ്ത് നോക്കാം വേണമെങ്കിൽ. ഇതായിരിക്കും നിങ്ങളുടെ വാൾപേപ്പർ എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഒരു 3D വാൾപേപ്പർ ആയിരിക്കും. സെറ്റ് വാൾപേപ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഹോം സ്ക്രീൻ എന്നും ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ എന്നും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം വാൾപേപ്പർ സെറ്റ് ചെയ്യാം. ഞാൻ ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ ചൂസ് ചെയ്യുന്നു.
അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും നിങ്ങളുടെ വാൾപേപ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ ലോക്ക് സ്ക്രീനിലെ വാൾപേപ്പറും. നമുക്ക് മറ്റൊരു വാൾപേപ്പറും കൂടി സെറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഈ ഒരു വാൾപേപ്പർ സെലക്ട് ചെയ്യാണ്. ഇതൊരു 4D വാൾപേപ്പർ ആണ്. ഈ ആപ്പിൽ നമുക്ക് 3D വാൾപേപ്പറുകളും 4D വാൾപേപ്പറുകളും അവൈലബിൾ ആണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫിൽറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈപ്പ് വേണം, ട്രെൻഡിങ്ങോ റീസെന്റോ മോസ്റ്റ് ഡൗൺലോഡോ ആയ വാൾപേപ്പർ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ 3D അല്ലെങ്കിൽ 4D ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു PUBG പ്ലെയർ അല്ലെങ്കിൽ PUBG ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അങ്ങനെയും നമുക്ക് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ ഇതിന്റെ പ്രിവ്യൂ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വളരെയധികം വാൾപേപ്പേഴ്സ് ഉള്ള ഒരു ആപ്പാണ്. പേഴ്സണലി ഞാൻ ഒരുപാട് ഈ വാൾപേപ്പർ ആപ്പിനെ ഇഷ്ടപ്പെടുന്നു. ഈ ആപ്പിന്റെ മറ്റൊരു ഫീച്ചറാണ്, നമ്മുടെ ഫോട്ടോസ് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ 3D വാൾപേപ്പർ ആക്കി സെറ്റ് ചെയ്ത് നമുക്കത് യൂസ് ചെയ്യാം. അതിനുള്ള മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഈ ഒരു വിൻഡോയിൽ നിങ്ങൾക്കൊരു പ്ലസ് സിമ്പിൾ കാണാം. ആ പ്ലസ് സിമ്പിളിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ലഭിക്കും. അതിൽ 3D ആഡ് ലെയർ എന്നും 4D ആഡ് ലെയർ എന്നും കൊടുത്തിട്ടുണ്ട്. അതിൽ 3D ആഡ് ലെയർ എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ 4D വാൾപേപ്പർ സെറ്റിംഗ് നിങ്ങൾക്ക് പെയ്ഡ് വേർഷൻ മാത്രമേ അവൈലബിൾ ആയിരിക്കുകയുള്ളൂ. നമുക്കിതിൽ 3D മാത്രമേ നോൺ പെയ്ഡ് വേർഷനിൽ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ആദ്യമായി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ലെയർ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവർ തരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോട്ടോസ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലുള്ള 3D വാൾപേപ്പറുകൾ സെറ്റ് ചെയ്യാം. നമ്മുടെ ഗാലറിയിലെയോ അല്ലെങ്കിൽ നമ്മൾ ക്യാമറ കൊണ്ടെടുത്ത ഏത് ഫോട്ടോസ് വേണമെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവർ തന്നിരിക്കുന്ന ഒരു വാൾപേപ്പർ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഈ ഒരു വാൾപേപ്പർ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. നമുക്കിവിടെ കാണാം ഒരു വൈറ്റ് ഡോട്ടഡ് ലൈൻ വിസിബിൾ ആണ്. ആ വൈറ്റ് ഡോട്ടഡ് ലൈൻ ആണ് നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പർ എന്ന് പറയുന്നത് ആ സ്ക്രീനിനെക്കാട്ടും ഹയർ ആയിരിക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രീനിൽ പിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാം. ഇങ്ങനെ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബ്ലാക്ക് സ്ക്രീൻ അവിടെ സൈഡിലെല്ലാം കാണാം. അതൊരിക്കലും നിങ്ങളുടെ സ്ക്രീനിൽ വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ സ്ക്രീനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ വാൾപേപ്പറിൻ്റെ ഭംഗിയെ ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും ആ ബ്ലാക്ക് സ്ക്രീൻ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുമ്പോൾ അതിനുശേഷം നമുക്കൊരു അടുത്തൊരു ലെയർ ആഡ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഇവിടെ 3D ലെയർ ടാപ്പ് ചെയ്ത് നോക്കുക. ഈ കാണുന്ന ഏത് ലെയർ വേണമെങ്കിലും ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു അയൺ മാൻ്റെ ഇമേജ് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം അടുത്ത ലെയറായിട്ട്. ഈ ഒരു അയൺ മാൻ ഇമേജ് ഞാൻ സൂം ചെയ്തുകൊണ്ട് ഈ ഒരു നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് സെറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെ ഒരു ലെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അടുത്ത ലെയർ ആഡ് ചെയ്യുകയാണ്. ഒരു സ്പാർക്ലിംഗ് അല്ലെങ്കിൽ ഗ്ലിറ്ററിങ് എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ആ എഫക്റ്റും ഇവിടെ ആഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 3 ലെയറായി. അവിടെ ലെയർ 2 എന്ന ഭാഗത്ത് ഒരു ഓറഞ്ച് കളർ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ലെയർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും ലെയർ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ ആ ഓറഞ്ച് കളർ കാണുന്ന ലെയർ ഏതാണോ അതാണ് കറൻ്റ്ലി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുക. സോ അയൺ മാൻ മൂവ് ചെയ്യണമെങ്കിൽ ആദ്യം ലെയർ 1ൽ പോയി ഒന്ന് ടാപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഓറഞ്ച് കളർ അവിടെയാവും. ഇനി നിങ്ങൾക്ക് അയൺ മാൻ ആ ഒരു ഫിഗറിനെ എഡിറ്റ് ചെയ്യാം. ഏതിലാണോ ഓറഞ്ച് ഉള്ളത് അതാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ സെറ്റ് ചെയ്ത വാൾപേപ്പർ നമുക്ക് ഒന്ന് സേവ് ചെയ്ത് നോക്കാം. അതിനുശേഷം ഇവിടെ പ്രിവ്യൂ ബട്ടൺ ഉണ്ട്, പ്രിവ്യൂ ചെയ്ത് നോക്കാം. സോ ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊരു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള 3D വാൾപേപ്പറുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വാൾപേപ്പർ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് വാൾപേപ്പർ ടാപ്പ് ചെയ്ത് ഈ വാൾപേപ്പറിനെ നിങ്ങളുടെ വാൾപേപ്പറായിട്ട് യൂസ് ചെയ്യാം.
ഞാനിപ്പോൾ 2 ആപ്പുകളാണ് ഇവിടെ നിങ്ങൾക്കായി പ്രസൻറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.